ദോ വരണം. അളിയ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ വേണ്ട, എനിക്ക് എൻ്റെ ഭാര്യ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. മാറടാ അങ്ങോട്ട്. അളിയ വെറുതെ നമ്മളാകുമ്പോൾ എന്തിനാണ് ഒരു പ്രശ്നം? അവൾ എന്റെ അനിയത്തിയാണ്, അവളുടെ അടുത്ത് സംസാരിക്കേണ്ടതിന്റെ അവകാശം എനിക്കുണ്ട് കേട്ടാ. അളിയന് അവകാശമുണ്ട്, പക്ഷെ അളിയൻ ഇടിക്കാൻ തോന്നിയാലോ? ഇത് മിക്കവാറും ഞാൻ നിന്നെ ഇടിക്കും. എടാ നീ ഇങ്ങോട്ട് മാറടാ, അവര് നമ്മൾ സംസാരിക്കടാ. അനുപ്പ എന്താ? ഞാൻ മാറാം, പക്ഷെ ഇവിടെ ഒരു കയ്യാങ്കളിയൊന്നും നടക്കൂല. മാടാ. ഞാൻ വായി നോക്കി ആയതുകൊണ്ടാണോ നീ നിന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ എന്നെ പരിചയപ്പെടുത്താതിരുന്നത്? അയ്യോ അതുകൊണ്ടല്ല ഏട്ടാ, അത് പിന്നെ ഞാനും ചേട്ടത്തിയും കൂടെ ഓരോന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പം അറിയാണ്ട് എന്റെ വായിന്ന് വന്നു പോയതാ. പരദൂഷണം. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് വേണ്ടേ പറയാൻ? എന്റെ ഭാര്യ അടുത്താണോ ഞാൻ വായി നോക്കിന്ന് പോയി പറയണേ? ഓ അപ്പൊ വായി നോക്കിയല്ലേ? അത് ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആരാ വായി നോക്കുന്നതാടി നീ കണ്ടത്? അയ്യോ ഞാനൊന്നും കണ്ടിട്ടില്ല. പിന്നെ നീ അങ്ങ് ഊഹിച്ചെടുത്താ? അല്ല എന്നോട് അച്ഛനാ പറഞ്ഞത് ചേട്ടൻ വായി നോക്കുന്നത്. ഇതെന്തോന്ന് വീടിത്? കുത്തിത്തിരിപ്പിന്റെ ഹെഡ് ഓഫീസാ? വെറുതെ അല്ലേ അതുമേച്ച് ഇങ്ങനെ ആയിപ്പോയത്. അച്ഛൻ അമ്മമാരായിട്ട് കൈമാറി കൊടുത്തേക്കല്ലേ? എടാ അതിന്റെ ഉത്തരവാദിത്വം ഞാനൊന്നുമില്ല. അവൻ ജനിച്ചപ്പോൾ ഞാൻ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. അച്ഛൻ വലിയ പുണ്യാണല്ലോ ആവാൻ വേണ്ടി നോക്കണ്ട. എന്റെ കുടുംബം കലക്കാനുള്ള പരിപാടി അവൻ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാരും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വേറെ ലെവല് തന്നെ. എന്റെ കുടുംബം കലക്കാൻ വേണ്ടി ചെയ്തൊന്നും അല്ലടേ. അന്നൊക്കെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിലേ ഉള്ളിലൊരു കിരിയിരിപ്പ്. അതുകൊണ്ടാണ് മക്കളെ. എടി അവൻ ഡീസന്റ് അടി മോളെ. അയ്യോ വലിയ ഉപകാരം. നീ ഇതുപോലെ വല്ല ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ? അമ്മയാണ് ഇല്ല മക്കളെ. അളിയൻ വായി നോക്കിയല്ല എന്നുള്ള കാര്യം ചേച്ചിക്കാണ്ട് മനസ്സിലാക്കി കാണുമല്ലോ. അപ്പൊ പ്രശ്നം തീർന്നു. ആ സുമേഷ് എങ്ങനെയാണ് ലോക ഉടായ്പായെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ പോയി യോഗ ചെയ്യാൻ പോണം. ഈ വീട്ടിൽ മനസമാധാനമായിട്ട് കഴിയണമെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും യോഗ ചെയ്യണം. ഞാൻ സഹായിക്കണോ? വേണ്ട അണ്ണാ. ഭഗവാനെ, ഇത് കുഴഞ്ഞല്ലോ. കൂഴച്ചക്ക കുഴയുന്നത് പോലെ. പഴന്തീനി എന്ന് നാട്ടുകാർ വിളിക്കാതിരുന്ന ഭാഗ്യം. ഇന്നത്തേക്കൊരു പുതിയ ചക്ക മുറിച്ചു വെച്ചിട്ടുണ്ട്. അതിനി എന്തൊരാകുമോ എന്തോ. നോക്കാം. ചക്കപ്പഴം. അളിയാ, ഞാൻ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് അറിഞ്ഞത്. അവള് പോയാടേ? പോയി. അവള് രക്ഷപ്പെട്ട്. പിന്നെ എൻ്റെ ഭാര്യയായിട്ട് പറയല്ല, നീ അവളെ മാത്രം ചൊറിയാൻ ചെല്ലല്. അവള് നിന്നെ അടുത്ത് ഉടുത്ത് കളയും. എൻ്റെ മകളല്ലേ, എനിക്ക് മനസ്സിലായി. ഇനി വെറുതെ ആ പെണ്ണിനെ പറയാൻ നടന്ന അവൾ ആങ്ങളമാർക്കൊന്നും ജോലി ഉണ്ടാക്കി വെക്കല്ലേ കേട്ടാ. നീ പുതിയ ഒരാളായിട്ട് അങ്ങനെ അങ്ങ് ജീവി. ഓ എനിക്കറിയാം നിനക്ക് വിഷമം കാണും. ഇവിടുത്തെ കിണറ്റി വല്ലതും ചാടൂടെ? ഇല്ല. അപ്പുറത്ത് കുളത്തിൽ വല്ലതും പോയിട്ട് ചാട്. തിന്നെങ്കിൽ ഇങ്ങ് പോ. യാരോ കൂടെ എന്തേ? യാരോ പാതി പാട്ട് വെളിച്ചം തന്തന ഉരുത്തി അവൾ എന്നെ ഇരുട്ടില് നിർത്തി തനിയാ എങ്കെ പോണാലോ.